കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി കാട്ടാനയെ മയക്കുവെടിവെച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേർന്നു. പ്രദീപ് ജോസഫ്, എപ്പോഴാണ് മയക്കുവെടി വെച്ചത് ആനയെ? കോതമംഗലം കോട്ടപ്പടി വടക്കും ഭാഗം മേഖലയിലാണ് കാട്ടാന സ്ഥിരമായി ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 7:30 മണിയോടുകൂടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടറും അടങ്ങുന്ന സംഘം വനത്തിലേക്ക് പ്രവേശിച്ചത്. നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ കാട്ടാനയെ കണ്ടെത്തി മയക്കുവെടി വെച്ചത്. അതിനുശേഷം സംഘം തിരികെ ഈ മേഖലയിലേക്ക് എത്തുന്നത് ഉള്ളൂ. മയക്കുവെടി വെച്ച് കോളർ ഘടിപ്പിച്ച് വിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കോട്ടപ്പടി പഞ്ചായത്തിലെയും പിണ്ടിമന പഞ്ചായത്തിലെയും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നുണ്ടായിരുന്നു. മറ്റ് അക്രമങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ വലിയ തോതിൽ കൃഷിനാശം ഉണ്ടായിരുന്നു. മാത്രമല്ല, ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുമ്പോഴത്തെ പരിഭ്രാന്തി അറിയാമല്ലോ. പലപ്പോഴും വീടുകൾക്ക് മുമ്പിലുമൊക്കെ പുലർച്ചെ സമയത്തും ഇരുളിലുമൊക്കെ കാട്ടാന എത്തിയിരുന്നു. അങ്ങനെയാണ് ജനങ്ങളുടെ പ്രതിഷേധം രൂക്ഷമായത്. ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിൽ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ വനം മന്ത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മയക്കുവെടി വയ്ക്കുകയായിരുന്നു. കോളർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഘടിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം അടുത്ത ദിവസമാകും ഈ കാട്ടാനയെ വീണ്ടും ആ കോളർ മുഖാന്തരം ലൊക്കേറ്റ് ചെയ്ത് ഉൾവനത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നത്. കോതമംഗലം നിയോജക മണ്ഡലത്തിൽപ്പെടുന്നതാണ് കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകൾ. ഇന്നലെ ഈ കാട്ടാന പിണ്ടിമന പഞ്ചായത്തിലായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. ഇന്നായപ്പോൾ അത് വീണ്ടും കോട്ടപ്പടി പഞ്ചായത്തിന്റെ മേഖലയിലേക്ക് മാറി. രാവിലെ ഇതിനടുത്തുള്ള ജനവാസ മേഖലയിൽ തന്നെ 4-5 ആനകൾ അടങ്ങുന്ന കാട്ടാനകളുടെ ഒരു കൂട്ടമാണ് എത്തിയത്. അതിന് പിന്നാലെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ എത്തിയത്. ആദ്യം ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം കാട്ടാന കാട്ടിലേക്ക് കയറിയിരുന്നു. അതിനുശേഷമാണ് ഇതിനെ കണ്ടെത്തി വീണ്ടും ലൊക്കേറ്റ് ചെയ്ത് മയക്കുവെടി ഉതിർക്കുന്നത്. വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുണ്ട്. ഈ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ സാധിച്ചത് ആശ്വാസകരമാണ്, വളരെ ആശ്വാസകരമാണ്. ഞങ്ങൾ നിരന്തരം ഒരു 3 ആഴ്ചയായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉൾപ്പെടെ മന്ത്രിയെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചു. DFOയെ ഈ കാര്യത്തിൽ 3 വട്ടം നേരിൽ കണ്ട് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ വൈകിയാണെങ്കിൽ ഇതൊരു നീതി കിട്ടിയെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കോളർ ID പിടിപ്പിക്കുമെന്നൊക്കെയാണ് പറഞ്ഞേക്കണേ വനംവകുപ്പ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ലൊരു പ്രതീക്ഷയിലാണ്. ഞങ്ങൾ നിരന്തരം 3 ആഴ്ചയായിട്ട് ഇതിൻ്റെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഞങ്ങളുടെ വേട്ടാമ്പാറ, കൊളങ്ങാട്ടുഴി, വെറ്റിലപ്പാറ, വാവേലി, വടക്കംപാവം മേഖലയിൽ ഇന്നിവിടെ കണ്ടാൽ അടുത്ത ദിവസം ഇത് പൂത്താങ്കടല കാണുന്നത്. അങ്ങനെ മാറി മാറി നടന്നു. എന്തായാലും ഞങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ ഒരു 4 ആനകൾ അപ്പുറത്തെത്തിയിരുന്ന വീട്ടിലെ ആൾ പറഞ്ഞത്. ആന നിരന്തരം ഒന്നിൽ കൂടുതൽ അപ്പോൾ കൂട്ടം കൂടി ഒരുപാട് ആനകൾ നമ്മുടെ ജനവാസ മേഖലകൾക്ക് കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നൊരു ഇതാണുള്ളത്. അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരം വരെ പോയിട്ട് ജനങ്ങൾക്ക് സ്വൈര്യജീവിതത്തിനുള്ള വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ആന പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങി വനത്തിലേക്ക് പോകാത്തൊരവസ്ഥയായിരുന്നു. അതൊരു 2 ആഴ്ചയോളമായിട്ട് അങ്ങനെ തുടരുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ജനപ്രതിനിധികളെല്ലാം അതിൻ്റെ അകത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, അങ്ങനെ എല്ലാ മെമ്പർമാരും, എല്ലാ MLA യുടെ വളരെ സമയോചിതമായ ഇടപെടൽ ഇതിൻ്റെ അത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമുക്കിത് മയക്കുവെടി നേരത്തെ 8:15 മയക്കുവെടി വെച്ചതായിട്ട് അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. മെമ്പറും തീർച്ചയായിട്ടും ആശ്വാസത്തിലായിരിക്കില്ലല്ലോ ജനങ്ങളുടെ വിളിയല്ലേ? വളരെ ആശ്വാസത്തിലാണ്. ഞങ്ങൾ ഇന്നലെ മുതൽ ഇടപെടാനായിട്ട് ആവശ്യപ്പെട്ടത് ജനങ്ങളോടൊപ്പം നിന്ന് അത് വിജയിച്ചതിൻ്റെ സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ 8:15 സമയത്ത് ഷൂട്ട് ചെയ്തെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം റേഡിയോ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് റേഡിയോ കോളർ ഉപയോഗിച്ച് അത് ചെയ്യും ഇപ്പം തന്നെ. അതിനുശേഷം തെർമൽ ക്യാമറയിലെ നിരീക്ഷണത്തിലായിരിക്കും ഫോറസ്റ്റ് ഉള്ളത്. ശനിയാഴ്ചയാണ് DFO സ്ഥലത്തുണ്ടാവുക. DFO ഇപ്പം നിലവിൽ ലീവിലാണ്. നമ്മുടെ ചാലക്കുടി DFOയ്ക്ക് ഇപ്പോൾ ചാർജ് കൊടുത്തിരിക്കുകയാണ്. ശനിയാഴ്ച വന്നതിന് ശേഷം കുങ്കി ആനകളുടെ സഹകരണത്തോടു കൂടി ഇതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുണ്ട് എന്നാണ് നിരീക്ഷണത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓർഡറിൽ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ തലത്തിൽ ഫോറസ്റ്റിൽ നിന്ന് ഇതിനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ടുപോകുന്നുവെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. വളരെ സന്തോഷം.
നിയമസഭ ചേർന്നുകൊണ്ടിരുന്നതിന്റെ സമയമായതുകൊണ്ട് ആവാം വളരെ പെട്ടെന്ന് ആക്ഷൻ ഉണ്ടായി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ഇടുക്കി MP ഡീൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇവിടെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഉന്നത തലങ്ങളിലുള്ള ഇടപെടലും ബഹുമാനപ്പെട്ട കോതമംഗലം MLA ഷിബു തെക്കുംപുറം, അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ട പേര് മുഹമ്മദ് ഷിയാസിൻ്റെയാണ്. അദ്ദേഹം ഈ കോതമംഗലം മേഖലയിൽ വന്യജീവി മൃഗശല്യവുമായി ബന്ധപ്പെട്ട് സമരങ്ങളിൽ പങ്കെടുക്കുകയും ജയിലിൽ പോവുകയും ചെയ്ത ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ബുദ്ധിമുട്ട് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത് ശക്തമായി അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനൊരു ഫലം കണ്ടു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വലിയ ജനവാസ മേഖലയാണ് ഈ മേഖല. വലിയ ജനവാസ മേഖലയാണ് ഇത്. ഒരാനയല്ല, നിരന്തരമായിട്ട് ആന ശല്യമുള്ള ഒരു മേഖല തന്നെയാണിത്. എന്തായിരുന്നാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കോട്ടപ്പടി വടക്കും ഭാഗം തുടങ്ങിയ മേഖലകളിലെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ ഒരു ആശ്വാസമാണ്. കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ സാധിച്ചിരിക്കുന്നു. ഇനി കോളർ ഘടിപ്പിച്ച് തുടർന്ന് നിരീക്ഷണം ഉണ്ടാകും. തുടർന്ന് മറ്റ് മേഖലകളിലേക്ക് ഉൾവനത്തിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. ഈ കാണുന്നത് വനമേഖലയാണ്. ഞാൻ നിൽക്കുന്നത് റവന്യൂ ഭൂമിയിലാണ്. ഈ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജനപ്രതിനിധികളുമൊക്കെ നിൽക്കുന്നത് റവന്യൂ ഭൂമിയിലാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് വനമേഖല. ഈ വനമേഖലയിൽ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കാട്ടാന ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. അവിടെ വെച്ചാണ് ഇതിനെ കണ്ടെത്തി ലൊക്കേറ്റ് ചെയ്ത് വെടിയുതിർത്തത്. വൈകാതെ തന്നെ മയക്കുവെടി വെച്ച ഡോക്ടറും മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ തിരികെ ഈ വടക്കും ഭാഗം കോട്ടപ്പടി മേഖലയിലേക്ക് തിരികെ എത്തും.